കൃപയുണ്ട്. എന്താണ് ദൈവകൃപ എന്ന് പറയുന്നത്? ദൈവകൃപ എന്നാൽ என்ன? അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ അതിന്റെ പേരാണ് ദൈവകൃപ. தகுதியில்லாத இடத்துல கர்த்தர் ஏதாவது ஒன்றை கொடுப்பார் என்றால் அதனுடைய பேர் தான் தேவகிருபை. മക്കൾ ഇല്ലാത്തവനെ രാജ്യങ്ങളുടെ പിതാവാക്കി, അതാണ് ദൈവകൃപ. பிள்ளைகள் இல்லாதவனை ராஜ்யங்களுக்கு தகப்பனாக்குறது தேவகிருபை. വിക്കി സംസാരിച്ചവൻ ദൈവത്തിന്റെ ദീർഘദർശിയായി, അതാണ് ദൈവത്തിന്റെ കൃപ. ദിക്കിനാ ഉള്ളവനായി വിക്കി പേശിനവനെ കർത്തരുടെ ദീർഘദർശിയാക്കിയത് ദൈവകൃപയിനാൽ. ഭയന്ന് ഇരുന്നവനെ മൈറ്റി വാളർ ഓഫ് വിക്ടറിയാക്കി തീർത്തത് ദൈവത്തിന്റെ കൃപ. ഭയന്ന് ഇരുന്നവനെ പരാക്രമശാലിയായി യുദ്ധവീരനായി മാറ്റിയത് ദൈവകൃപை. മരണം ചോദിച്ചവനെ മരണം കാണാതെ എടുത്തുകൊണ്ടത് ദൈവത്തിന്റെ കൃപ. മരണത്തെ വിരുമ്പിനവനെ മരണം രുചി പാരാതപടി എടുത്തുകൊണ്ടത് ദൈവകൃപை. കാരാഗ്രഹത്തിൽ കിടന്നവൻ പ്രധാനമന്ത്രിയായത് ദൈവത്തിന്റെ കൃപ. ചിരച്ചാലയിൽ ഇരുന്നവൻ പ്രഥമനായത് ദൈവകൃപை. ഓ സിംഹക്കുഴിയിൽ നിന്ന് പ്രൊമോഷൻ ആഫ്റ്റർ പ്രൊമോഷൻ ഗവർണർ പദവിയിൽ ദാനിയേൽ ഉയർന്നത് ദൈവത്തിന്റെ കൃപ. സിംഹക്കുകയിൽ ഇരുന്ന് ഉയർവുക്ക് മേൽ ഉയർവ് പെറ്റ് ആളുനരായി മാറിയത് ദാനിയേൽ മാറിയത് ദൈവകൃപை. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒരു മത്സ്യം പോലും കിട്ടിയില്ല. മുഴുവനും പ്രയാസപ്പെട്ട് ഒരു മീൻ കൂടെ കിടക്കാതെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ ലഭിച്ചു. എന്നാൽ ഒരേ പ്രസംഗത്തിൽ 3000 പേരെ ആദായം അണിനവൻ. അത് ദൈവത്തിന്റെ കൃപ. അത് ദൈവകൃപை. ഓ ഉള്ള സഭയെ മുഴുവൻ മുടിക്കുമെന്ന് പൗലോസ് പറഞ്ഞു. അവൻ ഉള്ള നാட்களെല്ലാം അഴിച്ചു വിടുവേൻ എന്ന് പൗൽ ചൊല്ലി. സഭയെ മുഴുവൻ തകർക്കുമെന്ന് ശൗൽ പറഞ്ഞു. സഭയെ മുഴുവൻ നാശം பண்ணுவேன் എന്ന് ശൗൽ ചൊല്ലി. എന്നാൽ സഭയെ മുടിക്കുവാൻ അങ്ങോട്ട് പോയവനെ സഭ പണിവാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ദൈവത്തിന്റെ കൃപ. ഓ സഭയെ അഴിക്ക അങ്ങേ പോനവനെ സഭയെ കട്ട തിരുപ്പി കൊണ്ടുവന്നത് ദൈവകൃപை. ഇന്ന് രാത്രിയിലും get ready, ഒരുങ്ങിക്കോ, ദൈവകൃപ നിന്റെ മേൽ പെയ്യുവാൻ പോകുന്നു. രാത്രി ആയത്തമായിക്കൊള്ളുക, ഉங்கள் மேலேயும் அதே கிருபையை கர்த்தர் பொழிய பண்ண போகிறார்.